17ാം ലോക്സഭാ തിരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് തേജസ് ന്യൂസ് തയ്യാറാക്കുന്ന ദേശീയ വർത്തമാനത്തിലേക്ക് സ്വാഗതം. ടി.ടി.വി. ദിനകരന്റെ നേതൃത്വത്തിലുള്ള അമ്മ മക്കൾ മുന്നേറ്റ കഴകം ചെന്നൈ സെൻട്രൽ സീറ്റ് SDPIക്ക് അനുവദിച്ചു. ഇരു പാർട്ടികളും സഖ്യമായി മത്സരിക്കാൻ നേരത്തെ തീരുമാനിച്ചിരുന്നു. AMMK SDPI സഖ്യത്തിൽ നിലവിൽ മറ്റു പാർട്ടികൾ ഒന്നുമില്ല. അതേസമയം DMK, AIDMK മുന്നണികളിൽ നിന്നുള്ള ചില പ്രമുഖ കക്ഷികൾ സഖ്യവുമായി കൈകോർക്കാനുള്ള സാധ്യത നിലവിലുണ്ട്. തമിഴ്നാട്ടിൽ 5 ലോക്സഭാ മണ്ഡലങ്ങളിലും 35 നിയമസഭാ മണ്ഡലങ്ങളിലും SDPI നിർണായക കക്ഷിയാണ്. രാമനാഥപുരം, തിരുനെൽവേലി, വെല്ലൂർ, സെൻട്രൽ ചെന്നൈ, നോർത്ത് ചെന്നൈ ലോക്സഭാ മണ്ഡലങ്ങൾ പാർട്ടിയുടെ സ്വാധീന മേഖലകളാണ്. കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ തിരുനെൽവേലി, നോർത്ത് ചെന്നൈ, രാമനാഥപുരം മണ്ഡലങ്ങളിൽ SDPI മത്സരരംഗത്ത് ഉണ്ടായിരുന്നു. ഈ മണ്ഡലങ്ങളിൽ ഇരു മുന്നണികളുടെയും ജയപരാജയങ്ങൾ നിർണയിക്കുന്നതിൽ SDPI വോട്ടുകൾ നിർണായകമാണ്. 2016 നിയമസഭാ തിരഞ്ഞെടുപ്പിൽ 32 മണ്ഡലങ്ങളിൽ SDPI ജനവിധി തേടിയിരുന്നു. ഈ മണ്ഡലങ്ങളിൽ SDPI സമാഹരിച്ച വോട്ടുകളാണ് DMKക്ക് സംസ്ഥാന ഭരണം നഷ്ടപ്പെടുത്തിയത്. കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ആദ്യഘട്ടത്തിൽ SDPIയുമായി സഖ്യത്തിന് സന്നദ്ധമായ DMK ഒടുവിൽ കാലുമാറുകയായിരുന്നു. മുതിർന്ന BJP നേതാവും ഉത്തരാഖണ്ഡ് മുൻ മുഖ്യമന്ത്രിയുമായ ഭുവൻ ചന്ദ്ര ഖണ്ഡൂരിയുടെ മകൻ മനീഷ് ഖണ്ഡൂരി കോൺഗ്രസിൽ ചേർന്നു. ഉത്തരാഖണ്ഡ് തലസ്ഥാനമായ ഡെറാഡൂണിൽ കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി പങ്കെടുത്ത തിരഞ്ഞെടുപ്പ് റാലിയിൽ വെച്ചാണ് മനീഷ് ഖണ്ഡൂരി പാർട്ടിയിൽ ചേർന്നത്. മനീഷിന്റെ വരവ് സംസ്ഥാനത്ത് പാർട്ടിയെ ശക്തിപ്പെടുത്തുമെന്ന് രാഹുൽ ഗാന്ധി അഭിപ്രായപ്പെട്ടു. പൗരി മണ്ഡലത്തിൽ നിന്ന് മനീഷ് കോൺഗ്രസ് ടിക്കറ്റിൽ മത്സരിക്കുമെന്ന അഭ്യൂഹമുണ്ട്. മനീഷ് മത്സരത്തിനിറങ്ങിയാൽ പിതാവ് BC ഖണ്ഡൂരിയെയാണ് എതിരിടേണ്ടി വരിക. പ്രതിരോധ ചുമതലയുള്ള പാർലമെന്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായിരുന്ന BC ഖണ്ഡൂരിയെ കഴിഞ്ഞ വർഷം തൽസ്ഥാനത്തു നിന്ന് നീക്കിയിരുന്നു. അതേസമയം മനീഷ് BJP അംഗമായിരുന്നില്ലെന്ന് BJP ഉത്തരാഖണ്ഡ് സംസ്ഥാന ഘടകം പ്രതികരിച്ചു. പ്രയാഗ്രാജിൽ നിന്നുള്ള BJP MP ശ്യാമചരൺ ഗുപ്ത സമാജ്വാദി പാർട്ടിയിൽ ചേർന്നു. ബനിയ സമുദായത്തിൽ വളരെ സ്വാധീനമുള്ള ഗുപ്ത നേരത്തെ SP-യിൽ നിന്ന് രാജിവെച്ചാണ് BJPയിൽ ചേർന്നത്. വരുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ബന്ദ മണ്ഡലത്തിൽ നിന്നും SP പ്രതിനിധിയായി ഗുപ്ത മത്സരിക്കുമെന്നാണ് കരുതുന്നത്. 2004 ബന്ദ മണ്ഡലത്തിൽ നിന്നും SP പ്രതിനിധിയായി മത്സരിച്ച് ജയിച്ചയാളാണ് ഗുപ്ത. SP, BSP, രാഷ്ട്രീയ ലോക്ദൾ എന്നിവയടങ്ങിയ BJP വിരുദ്ധ മുന്നണിക്ക് കൂടുതൽ ശക്തി പകരുന്നതാണ് ഗുപ്തയുടെ തിരിച്ചുവരവെന്ന് SP നേതാക്കൾ പ്രതികരിച്ചു.